വേറെ എന്തില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. വിലയ്ക്ക് വെള്ളം വാങ്ങി കുടിക്കേണ്ട ഒരവസ്ഥയാണ്. കാര്യം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒത്തിരി പേരുടെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട്. പക്ഷേ ഈ ഫ്ലാറ്റുകളുടെ ഫ്രണ്ടിൽ ചെന്ന് ആ പൈപ്പുകൾ തുറന്നപ്പോൾ അവിടെ വെള്ളമുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളത് നഗ്നമായ സത്യമാണ്. ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി ഇവിടെ വെള്ളം കിട്ടാതായിട്ട്. പിന്നെ എവിടെയെങ്കിലും ഒന്ന് പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 10-15 ദിവസം ഒട്ടും വെള്ളം കിട്ടാറില്ല. പിന്നെ പൈപ്പ് ശരിയാക്കി പിന്നെ അവരുടെ ടാങ്കിൽ കയറിയതിന് ശേഷമാണ് ഇവിടെ വെള്ളം വരുന്നത്. വന്നാൽ തന്നെ എല്ലാ ദിവസവും വരാറില്ല. നമ്മൾ ആഴ്ചയിൽ 3 ദിവസമാണ് കൊടുക്കുന്നത്. എങ്കിൽ പോലും ആ 3 ദിവസവും കിട്ടാറില്ല. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാം വയലൻ്റാണ്. കാരണം അവർക്ക് വെള്ളം കിട്ടാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വേറെ എന്തില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അത് വളരെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൈപ്പ് പൊട്ടി എന്നുള്ള ഏതിലാണ് ഇപ്പോൾ 8 ദിവസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടാത്തത്. വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അവർ ഇപ്പം ഇന്ന് തരും നാളെ തരും എന്ന് പറയുന്നതല്ലാതെ നമുക്ക് കിട്ടുന്നില്ല. ഒരു വാർഡാണ്, ആറ്റിപ്പുറ വാർഡിലാണ്. അതിൽ നമുക്ക് ഫ്ലാറ്റുകളുണ്ട്. പക്ഷേ ഫ്ലാറ്റുകൾക്ക് വേറെ കണക്ഷനാണ്. നമ്മളുമായിട്ടുള്ള ഇതല്ല. നമുക്ക് നാട്ടുകാർക്ക് വെള്ളം കിട്ടുക. കാരണം ഫ്ലാറ്റുകാർ അവർ വെള്ളം വാങ്ങുകയോ കുടിക്കുകയോ അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് വെള്ളം കിട്ടുക. നാട്ടുകാർക്ക് കൊടുത്തിട്ടല്ലേ ഫ്ലാറ്റുകാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടമാണ്. അപ്പോൾ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓവർസിയറെ കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ തടഞ്ഞു. ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം കോളിഫോം തുടങ്ങിയ ബാക്ടീരിയകൾ അടങ്ങിയ വെള്ളമാണ്. ടെക്നോ പാർക്കിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ കൊണ്ട് നമ്മളെ കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ആകെ ജനങ്ങളുടെ ഏക ആശ്രയമെന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളമാണ്. പക്ഷേ ജനങ്ങൾക്ക് കുടിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ആഹാരം പാകം ചെയ്യുവാനോ ഒക്കെ ഉള്ള വെള്ളം ഇല്ലാത്ത ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത് വെള്ളമില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിലയ്ക്ക് വെള്ളം വാങ്ങി കുടിക്കേണ്ട ഒരവസ്ഥയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. ഇവിടെ ദിനംപ്രതിയുള്ള ദിനചര്യങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട തൊട്ടടുത്ത ബന്ധു വീടുകളിലൊക്കെ ചെന്നാണ് ആൾക്കാർ ദിനചര്യങ്ങൾ വരെ നടത്തുന്നത്. അതുകൊണ്ട് ഈ സ്ഥിതി മനസ്സിലാക്കി ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളും ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഇതിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങൾ ആരും ഇവിടെ നിന്ന് പോകുന്നില്ല. ഇതിനൊരു പരിഹാരം കണ്ടു മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ. കാരണം 13-14 ദിവസമായി ഇവിടെ വെള്ളം കിട്ടിയിട്ട് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് ഈ മീഡിയയിലൂടെ അറിയിക്കാനുള്ളത്. ഞങ്ങളൊക്കെ സാധാരണ വീട്ടമ്മമാരാണ്. ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വെള്ളമില്ലാത്തത് കാരണം. കാര്യം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒത്തിരി പേരുടെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട്. ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കി കിണർ കുത്തിയാലും ഞങ്ങൾക്കത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. ആഴ്ചയിൽ ഇപ്പോൾ 1-2 ദിവസം കിട്ടിയെങ്കിലായി. അതും വിളിച്ച് മടുത്താൽ താഴെയുള്ള വീടുകൾക്ക് മാത്രം. അതിപ്പോൾ കുറച്ച് പൊക്കമുള്ള വീടുകളാണെങ്കിൽ അവിടെ വെള്ളം കിട്ടാറില്ല. താഴെയുള്ള വീടുകളിൽ മാത്രമാണ് വെള്ളം കിട്ടുന്നത്. അത് നൂല് പോലെ കറക്റ്റ് 6 മണിയാകുമ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ രാത്രി എപ്പോഴെങ്കിലും വന്നെങ്കിലായി ആ വെള്ളം. ഈ കിണറില്ലാത്തവർ എന്ത് ചെയ്യും? അതാണിപ്പോൾ കാണുന്നത്. കിണറില്ലാത്തവരുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ 2 കിണറുണ്ട്. ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വേസ്റ്റും സ്മെല്ലും ഒന്നുമില്ല. ഇപ്പം തന്നെ ഈ പൈപ്പ് പൊട്ടി നിർമ്മാണിച്ച് 4-5 ദിവസം പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുവാണ്. ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാം. ഈ പറയുന്ന കൂട്ട് ബാക്കിയുള്ള ആവശ്യങ്ങളില്ലേ, ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. എല്ലാവരുടെയും അവസ്ഥ അതാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ മുതൽ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. കാര്യം വെള്ളമില്ല. വീട്ടിൽ പോയിട്ട് ഇല്ല, ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. ഈ ഇത്രയും വർഷത്തിനിടയിൽ ആദ്യത്തെ സംഭവമാണ്. ഈ ആറ്റുകാൽ പൊങ്കാലയായിട്ട് കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊന്നും കുളിക്കാൻ പോലും സൗകര്യമില്ലാതെ ഇന്നലെ പൊങ്കാലയിടാൻ ഒത്തിരി പേര് പോയില്ല. പൊങ്കാലയിടാനായിട്ട് ഈ പ്രദേശത്തുള്ള ഒത്തിരി പേര് പോയില്ല പൊങ്കാലയിടാനായിട്ട്. അവർ പറയണത് ഇത് പൊക്കമുള്ള പ്രദേശമാണ്. മെയിനായിട്ട് അവരിതാണ് പറയുന്നത്. ഏറ്റവും പൊക്കമുള്ള പ്രദേശമാണ്. ടാങ്ക് ലെവൽ ഫില്ലായാലേ ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്.
പൊക്കമുള്ള പ്രദേശമാണ്. നിങ്ങൾ ടാങ്ക് ലെവൽ ഫുള്ളായെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഈ പ്രദേശത്ത് വെള്ളം ഇല്ലെങ്കിൽ പോലും ഈ പ്രദേശത്ത് ഒരു 7-10 ഫ്ലാറ്റുകളുണ്ട്. ആ ഫ്ലാറ്റുകളിൽ കൃത്യമായിട്ട് വെള്ളം എത്തുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഈ ലൈനുകളിൽ വരുന്ന വെള്ളങ്ങൾ വീടുകളിൽ എത്തുന്നില്ല. കൃത്യമായി ഇതിനകത്ത് 2-3 ഓഫീസർമാർക്ക് കൃത്യമായ കള്ളക്കളികളുണ്ട്. ഇവിടെ ഞങ്ങൾ രാത്രികളിൽ പല ദിവസങ്ങളിലും ഈ ഉദ്യോഗസ്ഥനെ ബാനിൽ കാണുന്നുണ്ട്. അവർ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 1 മണിയാണ്. ഈ 1 മണിക്ക് ഇത് വന്ന് ടാങ്ക് അടയ്ക്കാനെന്നുള്ള രീതിയിൽ, വാൽവ് അടയ്ക്കാനെന്നുള്ള രീതിയിലാണ് വരുന്നത്. ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകനായ അരുൺ എന്ന് പറയും, ഞങ്ങൾ ഈ ബാനിനെ ഫോളോ ചെയ്തു. അപ്പോൾ ഈ ഫോളോ ചെയ്ത് ഞങ്ങൾ ഈ കല്ലിങ്ങൽ ചെന്നപ്പോൾ ഇവർ ടാപ്പ് തുറന്ന് കാണിക്കുകയാണ്. പക്ഷേ ആ ടാപ്പിൽ വരുന്ന വെള്ളം 15 മിനിറ്റ് പോലും നിലനിൽക്കുന്നില്ല. ഞങ്ങൾ ഇവർ പോയി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ അവിടെ ചെന്ന് പൈപ്പ് തുറന്നപ്പം വെള്ളമില്ല. ഞങ്ങൾ തിരിച്ച് വാഹനമെടുത്ത് നേരെ തൃപ്പാതരം മുകളിൽ വന്നപ്പോൾ വാഹനമില്ല. പക്ഷേ ഈ ഫ്ലാറ്റുകളുടെ ഫ്രണ്ടിൽ ചെന്ന് ആ പൈപ്പുകൾ തുറന്നപ്പോൾ അവിടെ വെള്ളമുണ്ട്, കൃത്യമായിട്ട് വരുന്നുണ്ട് വെള്ളം. അപ്പോൾ ഇതിനകത്ത് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളത് നഗ്നമായ സത്യമാണ്. ഇതിൻ്റെ പ്രതിഷേധമാണ് കാണിക്കുന്നത്. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ വരുത്തണം. ഈ ജനങ്ങൾക്ക് വെള്ളം വേണം. നിൽക്കുന്ന എല്ലാ പേർക്കും നോക്കുമ്പോൾ പുറത്തുനിന്ന് വെള്ളം മേടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാം. അതിന് ടോയ്ലറ്റ് പോകാൻ എന്ത് ചെയ്യും? ഏറ്റവും ബുദ്ധിമുട്ടതല്ലേ നമുക്ക്. കത്തുന്ന വേനലാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം. അതെ, തീർച്ചയായും. ഞാനതാ ചോദിക്കുന്നത്, കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ ബോട്ടിൽ വെള്ളം മേടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ ഫുഡ് മേടിച്ച് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് പോകുന്ന അവസ്ഥ, രാവിലെ നമുക്ക് റൊട്ടീൻസ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് പിന്നെ എന്തോ ചെയ്യും? അതിനെന്തായാലും വീട്ടിൽ പോകണ്ടേ. അപ്പോൾ അത് കിടപ്പ് രോഗികൾ മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾക്കാണെങ്കിലും അത് വേണ്ടേ. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങണം നിങ്ങൾക്ക്. അല്ലാണ്ട് വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ദിവസം ഇങ്ങനെ വെള്ളമില്ല എന്നും വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ.